വണ്ടി കയറുന്ന ഒരു സ്കേറ്റ് കേട്ടോ 90 വാവ് തിരിയില്ല ലോക്ക് ഓ ഇത് തുറക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അതിൻ്റെ റേഞ്ചസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലിലോട്ട് പോകുമ്പോൾ അത് 91 ആയിട്ട് മാറി. ഇതിൽ ക്രൂയിസ് കൺട്രോൾ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ക്രൂയിസ് കൺട്രോളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പട്ടികളെല്ലാം സൂക്ഷിച്ചിലാവുന്നു മൂഞ്ചില. ബൈ ബൈ ടാറ്റ. അതായത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ പറയുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആട്ടോ. ആ ഫുഡ് പേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. ഇത് നോക്കിക്കുക. അതായത് ഫുഡ് പേക്കിൻ്റെ അവിടെ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല വെച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് വണ്ടി ചെയിൻ ഡ്രൈവ് ആണ്. അത് ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം. പോവാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈക്രൈൻ മലയാളം. ഇത് ഇപ്പോൾ ഓള ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ബൈക്കായിട്ടാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മിഡ് വേരിയൻ്റ്, അതിൽ ടോട്ടൽ 3 വേരിയൻസ് ഉള്ള മിഡ് വേരിയൻറ്റിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഏകദേശം ID 252 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിലും ഇതിൽ 170 സംതിങ് ഒക്കെ നമുക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇന്നൊരു വേരിയൻറ്റും പാടുണ്ട്. അത് IDC പറയുന്നത് 500 ആണെങ്കിൽ നമുക്കൊരു 400 ആയോ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങളെല്ലാം. പിന്നെ അതേപോലെ ഇതിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഈ ഒരു വണ്ടി പറയുമ്പോൾ ചെയിൻ ഡ്രൈവില്ല. പിന്നെ മോർ ലൈറ്ററാണ് ഈ ഒരു വണ്ടിയുടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഈ ഒരു വണ്ടീൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് ഓളയുടെ വണ്ടി കേട്ടോ നമ്മളുടെ. കൊള്ളാലോ, ഇത് കൊള്ളാം മോനെ. ഇത് ഒരു പെട്രോൾ വണ്ടി, അതായത് 125cc കൊണ്ടു കിടക്കുന്ന വണ്ടി പോലെ നമുക്ക് ചുമ്മാ അങ്ങടിക്ക് കൊണ്ടു കിടക്കാം കേട്ടോ. അത്രയ്ക്ക് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് പവർ ലാഗൊക്കെ ഉണ്ടാവുന്നു. അതായത് ഇനിഷ്യലി ഒരു ലാഗ് മാത്രമേ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്ന് പിക്കപ്പ് ആയിക്കൊണ്ട് പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് വണ്ടിക്ക്. നല്ല കുറച്ച് അത്യാവശ്യം പറയുന്ന ഒരു വെയിറ്റും ഉള്ള കാരണം അധികം നമുക്കൊരു ഇലക്ട്രിക് വണ്ടി ഓടിക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതായത് ആക്സിലേറ്ററും പിന്നെ അതേപോലെ പവറില്ലായ്മയും അത് ഈ ഒരു വണ്ടിക്കില്ല കേട്ടോ. കൊള്ളാം, വണ്ടി കൊള്ളാം. പിന്നെ ബൈക്ക് ഓടിക്കണതിൻ്റെ ഒരു പോരായ്മ പറയുമ്പോൾ ഗിയർലെസ് ആണ്. അതുകൊണ്ട് എൻ്റെ കൈ ഇടയ്ക്ക് ക്ലച്ചിലോട്ട് പോകുന്നുണ്ട്, ഗിയറിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ കൊള്ളാം, ഒരു സ്കൂട്ടർ ഓടിക്കണ രീതിക്ക് നമുക്ക് ഈ ഒരു ബൈക്ക് ഓടിച്ച് കിടക്കാം കേട്ടോ. ഒരു ശബ്ദം, അത് എയറിൻ്റെ മറ്റേ ആ മോട്ടർ വർക്കാവുന്ന ഒരു പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദം, അതാണ് ഇപ്പോൾ നമുക്ക് അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ ബാക്കി ഫുള്ള് സൈലൻസ് ആട്ടോ. 4.5 കിലോവാട്ട് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ എത്ര കപ്പാസിറ്റിയാണ്? 13 കിലോവാട്ട് ഉണ്ടല്ലേ. ഒരു പെട്രോൾ എഞ്ചിനിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിലറേഷനും പെട്ടെന്നുള്ള ഗിയർ ചേഞ്ച് കൊണ്ട് നമുക്ക് ആ ഒരു പവർ ഇനിഷ്യലി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് പയ്യെ അങ്ങടേക്ക് കയറി പോയിക്കൊണ്ട് അത് സാധാരണ ക്രൂയിസിങ് സ്പീഡ്. അതായത് ഇത് കൊള്ളാം. അത് പറയാൻ വിട്ടുപോയിട്ടാ. 3 മോഡ്സാണ് വണ്ടിക്കുള്ള. അതായത് നോർമലിലാണ് കിടക്കണ, സ്പോർട്സിലോട്ടായി, ഇപ്പൊ പവറായിട്ടോ. പിന്നെ ഇത് എക്കോയിലോട്ട് വരുമ്പോൾ ഭയങ്കര സ്ലോ ആയി. അതായത് തീരെ ആക്സിലറേഷൻ തീരെ റെസ്പോൺസ് ഇല്ലാത്ത ഒരു രീതിക്കായി. നമുക്ക് ഈ എക്കോയിലല്ലേ നല്ല ഇത് കൂട്ടണം, മൈലേജ് കൂട്ടണേ. ഓക്കെ. അതായത് എക്കോ നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ. അതായത് പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ ഒരു മോഡ് സെലക്ഷൻസ് ഉണ്ടല്ലോ. അതായത് ഇതിൽ നമുക്ക് നമ്മളുടെ റേഞ്ച് പ്രീസെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഓട്ടോ ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ എത്രയാ ബ്രോ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? 1.1
1.55. ആ ഹയർ എൻഡിൽ പോകുമ്പോൾ 2.50. ഓ 9. അതായത് റണ്ണിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മോഡ് ചൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഓ ഇനി എത്ര ഓടും എന്നുള്ള കപ്പാസിറ്റി ബാറ്ററിയുടെ അല്ലേ, ബാറ്ററിയുടെ ചാർജ്, പിന്നെ അതേപോലെ ട്രിപ്പിൽ എത്ര ഓടിയില്ലേ, ടോട്ടൽ കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പോർട്സ് മോഡിലിട്ടൊന്ന് എവിടെ നിന്നും ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളോ എവിടെ നിന്നും ഇല്ല കേട്ടോ. അതായത് നമ്മൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വണ്ടി എങ്ങനെ പോവുക ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അതായത് യാതൊരുവിധ വൈബ്രേഷൻസ് കയ്യിലോ ഒക്കെ, ഫുട് പെഗിലോ അതേപോലെ സീറ്റ് കുറച്ച് ഹാർഡായതുകൊണ്ട് നമ്മൾക്ക് യാതൊരുവിധ ഈ വൈബ്രേഷൻ കൊണ്ട് പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കേട്ടോ, ഭയങ്കര കുഞ്ഞായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. പക്ഷേ നമുക്കെല്ലാം വിസിബിലിറ്റി ഉണ്ട്, അത് നല്ല രീതിക്ക് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ റേഞ്ച് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഹെഡിങ്സാണ് കുറച്ച് ഡിമ്മായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിലും, പക്ഷേ അതിന് വരുന്ന ഔട്ട്പുട്ട്, അതായത് ആ റേഞ്ചസ് കാര്യങ്ങളെല്ലാം കാണുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സ്പോർട്സ് മോഡ് ഒരു ഇലക്ട്രിക് വണ്ടി കയറുന്ന ഒരു സ്കേറ്റ് കേട്ടോ, 90 വാവ്. പിന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു വേരിയൻറ്റും കൂടെ ഉണ്ട് പറഞ്ഞില്ല. അതായത് മോട്ടറിലും ഇതിലൊന്നും അല്ല ചേഞ്ചസ് വരുന്നത്, അതായത് ബാറ്ററിയിലാണ് ചേഞ്ചസ് വരുന്നത്. അതിൻ്റെ ഇതിൻ്റെ ഡബിൾ മടങ്ങായിട്ടായിരിക്കും ആ ബാറ്ററിയിൽ നിന്ന് റേഞ്ച് കിട്ടുന്നത്. അതായത് 500 പറയുന്നുണ്ടെങ്കിൽ 500 അല്ലേ ബ്രോ പറയണേ, 500. ഓക്കെ. അതായത് ഈ ഒരു വേരിയൻറ്റിൽ, അതായത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ഉണ്ട്, അതിൽ വന്നിട്ട് നമുക്ക് 500 പറയുന്നുണ്ടെങ്കിലും നമുക്ക് റിയൽ വേൾഡിൽ കിട്ടുന്നത്, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ കിട്ടുന്നത് നമുക്ക് ഒരു 400-450 കിട്ടാൻ പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക്. അതായത് വണ്ടിയിൽ എത്രത്തോളം വെയിറ്റ് കൂടണോ അതിനനുസരിച്ച് മൈലേജും ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇതിലെ ടോട്ടൽ 2 വേരിയൻസ് ഉള്ളത്, അതായത് ഓള റോഡ്സ്റ്റർ എക്സും എക്സ് പ്ലസ് എന്ന് പറയുന്ന 2 വേരിയൻസ് ഉള്ളത്. ഇതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അതായത് ബാറ്ററി പാക്കേജ്, അതേപോലെ റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന 3 കാറ്റഗറി ഉണ്ട്. അതായത് 270 സംതിങ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ബൈക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 250 റേഞ്ച് പറയുന്ന ഒരു ബാറ്ററി പാക്കുണ്ട്. പിന്നെ അതേപോലെ 500 പറയുന്ന ഒരു ബാറ്ററി പാക്കും ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എക്സും എക്സ് പ്ലസും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഈ ഒരു റേഞ്ച് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബാക്കിലും ഫ്രണ്ടിലും വരുന്നത് ഡ്രം ബ്രേക്ക് ആയിരിക്കും എക്സിന് വരുന്നത്. ഇതിൽ വരുന്നത് എക്സ് പ്ലസിന് വരുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു 300 mm ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്കും, പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ചെയിൻ ഡ്രൈവാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് കേട്ടോ. ചെയിൻ ഡ്രൈവ് കൊണ്ട് തന്നെ അധികം നോയ്സ് കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കുന്നില്ല. എന്നാലും ഒരു ചിലവില പറഞ്ഞിട്ട് അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും യാതൊന്നും ഇല്ല ഈ ഒരു വണ്ടിക്ക്. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഡ്രൈവിങ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരിക പറഞ്ഞാൽ, ഒരു നോർമൽ, ഇത് മൊത്തം 3 റൈഡിങ് മോഡ്സാണ് ഉള്ളത്. 3 റൈഡ് മോഡ്സ് പറയുമ്പോൾ എക്കോ, നോർമൽ, സ്പോർട്സ്. ഈ സ്പോർട്സിലോട്ട് പറയുമ്പോൾ ഒരു 160-170 ആ ഒരു വണ്ടി എങ്ങനെയാണോ പെർഫോം ചെയ്യണം ആ ഒരു രീതിക്കാണ് ഈ ഒരു വണ്ടിയും നമുക്ക് പെർഫോം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നോർമലിലോട്ട് പോകുമ്പോൾ ഒരു 125cc എങ്ങനെയാണോ പെർഫോം ചെയ്യണം, ആ ഒരു സ്പ്ലെൻഡർ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ സ്കൂട്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ, അത് ആ ഒരു വണ്ടി എങ്ങനെയാണ് പെർഫോം
പെർഫോം ചെയ്യണം, ആ ഒരു രീതിക്കാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ ആ എക്കോ പറഞ്ഞൊരു മോഡും കൂടെ ഉണ്ട്. അത് നമുക്ക് മൈലേജ്, അതായത് റേഞ്ചിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മോഡ് കൂടിയാണ് എക്കോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഈ ഒരു എക്കോയിലിട്ട് ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പോർട്സിലോട്ട് പോകുമ്പോൾ നല്ലൊരു പവറാട്ടോ, അതായത് 190-90 ക്രൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്ന പോലും ഇല്ല. സിമ്പിളായിട്ട് തന്നെ യാതൊരുവിധ വൈബ്രേഷൻസ് ഫുഡ് പെഗിൻ്റെ ഭാഗത്തു നിന്നോ, അതേപോലെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തു നിന്നോ, മറ്റ് യാതൊരു കിറ്റിൻ്റെ ഭാഗത്തു നിന്നോ, ഏത് സ്ഥലത്തു നിന്നും യാതൊരുവിധ വൈബ്രേഷൻസ് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഫുഡ് പെഗ് കാര്യങ്ങൾ, പില്ലിയന് വെക്കാനുള്ള ഫുഡ് പെഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ റൈഡർക്ക് വെക്കാൻ കുറച്ച് അതായത് മുന്നിലോട്ട് ഫോർവേഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഫുഡ് പെഗ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ബ്രേക്ക് ലിവേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഫുഡ് പെഗിൻ്റെ സൈഡിൽ തന്നിട്ടുണ്ട്. ഇതൊരു ബൈക്ക് ആയതുകൊണ്ട്, അതായത് ഈ ഓള പറയുന്നത്, റോഡ്സ്റ്റർ പറയുന്നത് ഒരു ബൈക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് പറയുന്നത് 2 ചാർജിങ് പോർട്ട്സാണ്. ഒന്ന് ഇൻസൈഡും ഉണ്ട്, അതായത് ഇൻസൈഡ് പറയുമ്പോൾ 3 പ്ലഗ് ആണ്. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ 3 ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും, അതായത് പ്ലഗിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ചാർജർ, അതായത് EV വണ്ടികൾക്കൊക്കെ ഏത് ചാർജറാണോ വന്നിരിക്കുന്നത് ആ ഒരു ചാർജർ ടൈപ്പാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 3 റൈഡിങ് മോഡ്സ് ഉണ്ട്. ഈ ഒരു 3 റൈഡിങ് മോഡ്സ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റൈഡ് മോഡ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇത് എക്കോയിലോട്ട് പോകും, പിന്നെ സെൻട്രലിൽ നിൽക്കുന്നത് പറയുമ്പോൾ നോർമലിലോട്ട്, പിന്നെ അതേപോലെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്പോർട്സിലോട്ടായിട്ട് കൺവേർട്ട് ആകും. പിന്നെ റിവേഴ്സ് മോഡ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അതായത് വണ്ടി നമുക്ക് പാർക്കിംഗ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത് 150 kg ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് മോഡ് തന്നിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ, പോരാത്തതിന് ക്രൂയിസ് കൺട്രോൾ വരെ ഈ ഒരു വണ്ടിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം പെട്ടെന്ന് കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ക്രൂയിസ് കൺട്രോൾ. എല്ലാ വണ്ടിയിലും ഇപ്പം എല്ലാ വണ്ടികളിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ. പിന്നെ റിവേഴ്സ് തന്നിട്ടുണ്ട്, മോഡ് സെലക്ഷൻ. ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കുന്ന വിധം പറയുമ്പോൾ നമുക്ക് ചാവി ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് പാർക്കിംഗ് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് പാർക്കിങ്ങിലായിരിക്കും കിടക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ചെയ്തിട്ട് നമ്മൾ സ്കൂട്ടർ എങ്ങനെയാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ ബ്രേക്ക് പിടിച്ച് ഒന്ന് സെൽഫ് സ്റ്റാർട്ട് അടിച്ചാലും മാത്രം മതി. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം, ഹോൺ, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് പറയുമ്പോൾ 1,50,000 ഒരു അടുത്താണ് ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ് പറയുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബിലോ ആവറേജ് ഒരു 1,10,000 ആ ഒരു റേഞ്ചിലാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഒരു 500 റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് 2 lakhൻ്റെ എബോവ് ആയിരിക്കും ഈ ഒരു റേഞ്ച്, ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് നല്ലൊരു വണ്ടി കിട്ടുക. അതായത് നമുക്ക് പവർ വേണോ, നല്ല രീതിയിൽ പവർ ഉണ്ട്, നോർമൽ വേണോ നോർമലായിട്ട് പോകാം. പിന്നെ അതേപോലെ മൈലേജ് ആയിട്ട് ഓടിക്കണം, ഈ ഒരു നമ്മളുടെ ഇഷ്ടം, അതായത് ഏത് രീതിക്കാണ് നമുക്ക് എപ്പോഴാണ് എന്താണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു അഭിപ്രായം. റൈഡറിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് റേഞ്ച് വേണം പറഞ്ഞാൽ ആ റേഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഒരു ഡിസൈൻസിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ പാനൽ നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ, അതായത് ഈ ഒരു പാനൽ സിംഗിളായിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിംഗിൾ പാനൽ അത് സ്പ്ലിറ്റായിട്ട് നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു പാനൽ ക്ലോസ് ആവണം. പിന്നെ സൈഡിലോട്ട് ഫെയറിങ് സൈഡിലോട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫെയറിങ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാറ്ററി മോട്ടറും കവർ ചെയ്തിട്ടുള്ളൊരു ഫെയറിങ് ആണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ള അവിടെയൊന്നും എല്ലാം എംറ്റി ആക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് വലിയൊരു പാനൽ ബാറ്ററിനെയും മോട്ടറിനെയും കവർ ചെയ്തിട്ടുണ്ട്. മോട്ടറിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് 15 kW ഒരു മോട്ടോറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഒരു 19 സെക്ഷൻ ടയേഴ്സാണ് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ പുറകിലോട്ട് പോകുമ്പോൾ ഒരു സിയറ്റിൻ്റെ തന്നെ 110 സെക്ഷൻ ടയേഴ്സാണ് പുറകിലോട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അത് 110 സെക്ഷൻ ടയേഴ്സാണ് പുറകിൽ തന്നിരിക്കുന്നത്. പിന്നെ ഓൾ ഈ LED സെറ്റപ്സ് ആണ്, അത് ഇൻഡിക്കേറ്റേഴ്സും ടൈൽ ലൈറ്റും, പിന്നെ അതേപോലെ ഹെഡ് ലൈറ്റിലോട്ട് പോകുമ്പോൾ എല്ലാം ഒരു LED സെറ്റപ്സിലാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു പവർ മാത്രമേ ഈ ഒരു LED-യിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹയർ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, ഒരു അത്യാവശ്യം നമ്മളുടെ നോർമൽ റോഡിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഈ ഒരു പവർ മാത്രമേ ഈ ഒരു LED-ക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു മഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫൈബേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് സസ്പെൻഷൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ തന്നിരിക്കുന്നത്. അത് ബാറ്ററിയുടെ വെയിറ്റ് മൊത്തം ഈ ഒരു സസ്പെൻഷനിലായതുകൊണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ പുറകിലോട്ട് പോകുമ്പോൾ
അത് കുറച്ച് സ്റ്റിഫറായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതായത് നല്ല രീതിയിലുള്ള ഒപ്റ്റിക്കൽസ് ഫ്രണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കത്തെ ഈ സസ്പെൻഷൻ കുറച്ച് ഹാർഡറാണ്. അതായത് നമുക്ക് ബോഡിയിലോട്ട് ആ ഒരു ഇമ്പാക്റ്റ് അറിയുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് അറിയില്ല, ബാക്കിലോട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിക്ക് തന്നെ അറിയുന്നുണ്ട്. പിന്നെ അതേപോലെ സീറ്റിന് സൈഡിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ ഇതിൽ തന്നിരിക്കുന്നത്. ഒരു സിംഗിൾ സീറ്റ്, അതായത് അത്യാവശ്യം ഒരാൾ ഈ ഒരു ലെവലിൽ ഇരുന്നാലും ബാക്കി പില്ലിന് ഒരു നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റും. അതായത് ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് സ്പേസ് കുറവായിരിക്കും. പിന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോട്ടോറും പിന്നെ അതേപോലെ ബാറ്ററിയും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എയർ വെൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്ത്, അതിൽ കൂടെ വെള്ളമൊന്നും കയറത്തില്ല, ബാറ്ററിക്ക് അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിക്കുക. അതായത് ബാക്ക് സെക്ഷനിലോട്ട് പോകുമ്പോൾ യാതൊരുവിധ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക, യാതൊരുവിധ പ്രശ്നം കാര്യങ്ങളൊന്നുമേ ഇല്ല. ഫ്രീ ആയിട്ട് വിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈസിലി ചെയിൻ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയിൻ ഡ്രൈവാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇന്ന പീരിയോഡിക് സർവീസിൽ ഇതിൻ്റെ എങ്ങനെ ഇത്ര സാധാരണ ഒരു ബൈക്ക് എത്ര കിലോമീറ്ററിലാണ് നമുക്ക് മെയിൻ്റനൻസ് വരിക, അതേപോലെ ഈ ഒരു ചെയിനും മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ സ്പ്രോക്കറ്റ് കാര്യങ്ങളെല്ലാം ഒരു 20,000 ഇല്ല പറഞ്ഞാൽ 15,000 എത്രയാണോ റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ എപ്പോഴാണോ നശിക്കണേ ഈ അപ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ബാക്കത്തെ ഒരു ടെയിൽ ലൈറ്റ് സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു ടെയിൽ ലൈറ്റ്, കുട്ടി ടെയിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻസ് ഫുഡ് പെഗിൻ്റെ സൈഡിലോട്ടോ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിൽ ഒരു ഫുഡ് പെഗ് വെച്ച പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്. അതാണ് കേട്ടോ വണ്ടി. അതേപോലെ ഇവിടെയും നമുക്ക് ഗിയർ കാര്യങ്ങളോ ഒന്നുമേ നമുക്കില്ല, ഫ്രീ ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. അതായത് ഇതൊരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ബട്ടൺസ് വന്നിട്ടുണ്ട്, ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് പറഞ്ഞിട്ടൊരു ബട്ടണും പാടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫ് സ്റ്റാർട്ട്, അതായത് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർക്കിങ്ങിലിട്ടിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാണ്ട് ഈ ഒരു സെൽഫ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഓണാക്കി കഴിഞ്ഞിട്ട് അപ്പം നമ്മൾക്ക് ഇവിടെ പാർക്കിങ്ങിലോട്ട് വരും. പാർക്കിങ്ങിലോട്ട് വന്നിട്ട് ഈ ഒരു ബ്രേക്ക് പിടിച്ച് ഒരു സ്കൂട്ടർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ആ ഒരു രീതിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അത് ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ ഈ ഒരു സെൽഫ് ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. പിന്നെ അതേ